ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എൻ്റെ ഫേവറേറ്റ് സ്പോട്ടുകളിൽ മൂന്നാമത്തെ സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പൊറോട്ടയും ബീഫും വാഴക്കാപ്പവും ബീഫും ബോണ്ടയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. പള്ളാത്തുരുത്തിലാണ് ഈ സ്പോട്ട് വരുന്നത്. അപ്പം നമുക്ക് ഷോപ്പിനുള്ളിൽ ചെന്ന് എന്തൊക്കെ ഇന്ന് സ്പെഷ്യൽ ഉണ്ടെന്ന് നോക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു വൈബോട് കൂടി കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലവും കൂടിയാണ്. നല്ല മുരുമുരാന്നിരിക്കുന്ന ബോണ്ടായും നല്ല ചൂടോടെ പൊരിച്ചുകൊണ്ട് വന്ന വാഴക്കാപ്പവും. ഞാൻ അവരുടെ കിച്ചണിലോട്ട് ചെന്നപ്പോൾ നല്ല മുരിഞ്ഞ പൊറോട്ട ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ എത്തിക്കുക. ദേ കണ്ട, ആ കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. റെഡിയായ പൊറോട്ട എല്ലാം കൂടെ എടുത്ത് ഒറ്റയടി ഇങ്ങനെ അടിച്ച് ആ ഒരു മുരുമുരുപ്പാക്കിയിട്ട് അവർ ബോക്സിലാക്കിയാണ് വെക്കുന്നത് കേട്ടോ, ചൂട് പോയിരിക്കും വേണ്ടി. ഇത് നമ്മുടെ ഹൈലൈറ്റായ നമ്മുടെ ബീഫ് കറി അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ കോരി എടുത്ത് വെച്ചിരുക. നമ്മൾ പറഞ്ഞത് ബീഫും പൊറോട്ടയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം അതാണല്ലോ. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡുകളെല്ലാം പാകം ചെയ്യുന്നത് നല്ല വിറകടുപ്പിലാണ്, സ്ലോ കുക്കിങ്ങിലാണ് പാകം ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഫുഡിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ ആ ബീഫ് എടുത്ത് ആ പൊറോട്ടയിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോക്കണം. എന്നാലേ ആ പൊറോട്ടയും ബീഫുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകത്തുള്ളൂ. ഒരു പീസ് പൊറോട്ട ഇങ്ങനെ പിച്ചി എടുത്തിട്ട് ഒരു പീസ് ബീഫ് കഷ്ണം കൂടെ എടുത്തിട്ട് വായിലോട്ടെടുത്ത് വെക്കുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്കും വായു വെള്ളം വരുന്നുണ്ട് അല്ലേ? എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്യാത്തവർ ചുരുക്കമായിരിക്കും. എന്നാലും പറയുക, വരാത്തവർ ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും വന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. ദഹിക്ക വാഴക്കാപ്പവും ബീഫും കൂടെ കഴിക്കും, അതും ഒരു ഉഗ്രൻ ടേസ്റ്റാണ്. പക്ഷെ ചൂടിച്ചിട്ട് പോയി ചൂടോടെ കഴിക്കുന്നതാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ നമ്മളൊരു കട്ടനും കൂടെ പറഞ്ഞിട്ടുണ്ടേ. നമ്മുടെ മലയാളികൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പൊറോട്ടയും ബീഫും കഴിച്ച് കഴിഞ്ഞാൽ കട്ടൻ കുടിക്കാതിരിക്കുക. ഒരു കട്ടനും കൂടെ കുടിച്ചപ്പോഴാണ് ഒന്ന് ഉഷാറായത്. എന്തായാലും ഇവിടെ വന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തവരാണെങ്കിൽ ഫീഡ്ബാക്ക് അയക്കാനും മറക്കരുത്. അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ചുങ്കം പള്ളാത്തുരുത്തി പാലിറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് ഈ സ്പോട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ പുതിയ ഫേവറേറ്റ് സ്പോട്ടുമായിട്ട് വരുന്നവരെ ബൈ ബൈ.